Hi friends, welcome back to the Flavor Feast. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു സിട്രസ് ഓറഞ്ച് പോളയുടെ റെസിപ്പി ആയിട്ടാണ്. ആദ്യം തന്നെ കുക്കറിൽ കുറച്ച് വെള്ളം ഒഴിച്ച് ഓറഞ്ച് നന്നായി വേവിച്ചെടുക്കുക. 2-3 വിസിൽ വരുന്ന വരെ വേവിച്ചെടുക്കണം. അത് നന്നായി വെന്ത് വന്നാൽ അതിൻ്റെ തൊലിയൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാവും. അതൊന്ന് നന്നായി ചൂട് മാറിയാൽ അതിൻ്റെ മേലത്തെ ഭാഗം ഒന്ന് റിമൂവ് ചെയ്യാം. എന്നിട്ട് അത് 4ആയി മുറിച്ച് അതിൻ്റെ ഉള്ളിലത്തെ കുരുവൊക്കെ ഒന്ന് റിമൂവ് ചെയ്യുക. ആ വൈറ്റ് പോർഷനും കൂടെ ഒന്ന് റിമൂവ് ചെയ്യണം. കുരുവോ ഈ വൈറ്റ് പോർഷനോ നമ്മുടെ പോളയിൽ പെട്ടാൽ അതിനൊരു കയ്പ്പ് രസമായിരിക്കും. ഈ കുരുവൊക്കെ മാറ്റിക്കളഞ്ഞ ഓറഞ്ച് നമുക്കൊരു മിക്സി ജാറിലേക്ക് ഇടാം. അതിലേക്ക് 5 മുട്ട കൂടി ചേർത്ത് കൊടുക്കുക. ഏകദേശം 5.5 മുതൽ 6 ടേബിൾ സ്പൂൺ വരെ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുക. മധുരം കൂടുതൽ ആവശ്യമുള്ളവർക്ക് 6.5 ടേബിൾ സ്പൂൺ വരെ ആവാം. പിന്നെ 5 ടേബിൾ സ്പൂൺ വീതം പാൽപ്പൊടിയും 5 ടേബിൾ സ്പൂൺ മൈദയും കൂടി ചേർക്കുക. ഒരു പിഞ്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക. ഇതിൽ നമുക്ക് ഏലക്കായുടെയോ എസൻസിൻ്റെയോ ഒന്നും ആവശ്യമില്ല. ഈ ഓറഞ്ചിൻ്റെ നല്ല ഫ്ലേവർ തന്നെ ഉണ്ടാവും. എന്നിട്ട് ഇതൊക്കെ കൂടെ ഒന്ന് മിക്സിയിൽ നന്നായി അരച്ചെടുക്കുക. എന്നിട്ട് അതൊന്ന് മാറ്റി വെക്കുക. അടുപ്പത്തൊരു പാൻ ചൂടാക്കി 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് കുറച്ച് കാഷ്യൂ നട്ട്സ് ഒന്ന് വറുത്തെടുക്കുക. കാഷ്യൂ നട്ട്സ് തന്നെ വേണമെന്നില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള നട്ട്സ് ഏതായാലും ചേർക്കാം. നട്ട്സ് ഒന്ന് റോസ്റ്റായി വന്നാൽ അത് മാറ്റി വെച്ച് ഈ പാത്രത്തിൻ്റെ അടിയിൽ മറ്റൊരു ഫ്രൈങ് പാനോ എന്തെങ്കിലും വെച്ച് കൊടുക്കുക. ഇങ്ങനെ വെക്കുന്നത് നമ്മുടെ പോള കരിഞ്ഞു പോകാതിരിക്കാനാണ്. ഈ ചൂടുള്ള പാത്രത്തിലേക്ക് നമ്മൾ ഗ്രൈൻഡ് ചെയ്ത് വെച്ച മിക്സ് ഒന്ന് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് റോസ്റ്റ് ചെയ്ത നട്ട്സ് വെച്ചൊന്ന് ഡെക്കറേറ്റ് ചെയ്യാം. ഈ നട്ട്സ് ചേർക്കൽ നിർബന്ധമുള്ള കാര്യമൊന്നുമല്ല, വേണമെന്നുണ്ടെങ്കിൽ മാത്രം മതി. ഒരു അരമണിക്കൂർ നന്നായി അടച്ച് വെച്ച് വേവിച്ചെടുക്കുക. പോള വെന്തോന്നറിയാൻ ഒരു ടൂത്ത് പിക്കോ ഒരു കത്തിയോ അങ്ങനെ എന്തെങ്കിലും ഒന്ന് ഇൻസേർട്ട് ചെയ്ത് നോക്കിയാൽ മതി. ടൂത്ത് പിക്ക് ക്ലീനായി വന്നാൽ പോള വെന്തോന്നർത്ഥം. നമ്മളുടെ ടേസ്റ്റി ആയിട്ടുള്ള പോള ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ പോള ഉണ്ടാക്കുമ്പോൾ എപ്പോഴും നമ്മൾ കുറച്ച് 5 മണിക്കൂറൊക്കെ മുന്നേ ഉണ്ടാക്കി വെക്കുക. അപ്പോഴേ അതിൻ്റെ ഫ്ലേവർ നന്നായി ഇറങ്ങി വരുള്ളൂ. ഇഫ്താറിനൊക്കെയാണ് നമ്മളിത് ഉണ്ടാക്കാൻ പോകുന്നതെങ്കിൽ ഉച്ചക്ക് 12 മണിയാകുമ്പോഴേക്ക് ഇതൊന്ന് പ്രിപ്പയർ ചെയ്ത് വെച്ചാൽ വൈകുന്നേരം ആകുമ്പോഴേക്ക് നല്ലൊരു ടേസ്റ്റും മണമൊക്കെ ആയി വരും. ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് അഭിപ്രായം പറയാം. നമ്മളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇടുന്ന വീഡിയോസ് അപ്പോൾ തന്നെ കാണാൻ അടുത്തുള്ള ബെൽ ഐക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. നമ്മൾ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് ഫ്രണ്ട്സിനും ഫാമിലിക്കും കൂടി ഒന്ന് ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി അടുത്ത ദിവസം കാണാം. താങ്ക്